സർ, പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് അതിന് പിന്നിൽ ഇന്ത്യ ഉണ്ടെന്നാണ്. ഇപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ കൊന്നു എന്നാണ് കേൾക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് തട്ടി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബലൂജിൻ്റെ മജീദ് ബ്രിഗേഡ്സിലെ ചാവേർപ്പട അതിൻ്റെ കമാൻഡറാണ് റഹ്മാൻ ഗുൽ ബലൂച്ചാണ് ജാഫർ എക്സ്പ്രസ് മാർച്ചിൽ റാഞ്ചി കൊണ്ടുപോകുന്ന പരിപാടി ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഉസ്താദ് മുറീദ് എന്നും ഇയാൾക്ക് പേരുണ്ട്. പഴയ പാകിസ്ഥാൻ പട്ടാള ഓഫീസറാണ്, പട്ടാളത്തിൽ ക്യാപ്റ്റനായിരുന്നു. അത് കഴിഞ്ഞ് ബലൂജാണല്ലോ ഇയാൾ. അപ്പോൾ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ചൂഷണത്തിനെതിരെ അദ്ദേഹം പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ കൂടെ ചേരുകയായിരുന്നു, BLAയുടെ കൂടെ. മജീദ് ബ്രിഗേഡിനെ ഒരു വളരെ ക്രൂഡായിരുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തൊരു സേനയാണല്ലോ. ആ മജീദ് ബ്രിഗേഡിനെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് റഹ്മാൻ ഗുൽ ബലൂച്ച്. അപ്പോൾ എപ്പോഴും ഈ ഗുൽ ബലൂച്ചിൻ്റെ പടം കാണുന്നത് ഒരു ഓട്ടോമാറ്റിക് റൈഫിളുമായിട്ട് ഈ ഗോത്ര പോരാളികൾ, ബലൂച്ച് പോരാളികൾ ചുറ്റും നിൽക്കുന്നത്, മുഖം മറച്ചിട്ടുണ്ടാവും എപ്പോഴും. ചുറ്റുമുള്ള പോരാളികളുടെ കയ്യിൽ AK-47 ഉണ്ടാവും. ഒരു മലയുടെ മുകളിലാണ് ഈ പോരാളികളും റഹ്മാൻ ഗുൽ ബലൂച്ചും കൂടി നിൽക്കുന്ന ചിത്രം കാണുന്നത്. ഏതെങ്കിലും ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളാണെന്ന് ഉത്തരവാദിത്തം ഏൽക്കുമല്ലോ. ആ ഏൽക്കുന്ന സമയത്താണ് ഈ ചിത്രങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈനിലും ഒക്കെ കാണാറുള്ളത്. അപ്പോൾ പാകിസ്ഥാനെയും ചൈനയെയും ഒരു തവണ ഒരേപോലെ എതിർത്തുകൊണ്ടിരുന്നതാണ്. ചൈനയുടെ ബലൂചിസ്ഥാനിലെ എഞ്ചിനീയർമാരെയൊക്കെ വകവരുത്തുന്ന പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. പെഷവാറിലെ മഹസ് എന്ന് പറഞ്ഞ മാധ്യമം ആണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനിലെ ഹെൽമന്ദ് എന്ന പ്രവിശ്യയിൽ വെച്ചിട്ടാണ് ഈ വെടിവെച്ച് കൊന്നതെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ പാകിസ്ഥാൻ ബലൂച്ച് വിരുദ്ധൻ ഫർഹാൻ ജഫ്രി സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുമൊക്കെ ഇടപെടുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങേര് ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ പട്ടാളത്തിൽ ക്യാപ്റ്റനായിരുന്നു. 2014 അടുത്ത് പട്ടാളം വിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽ വരികയാണ്. എന്നിട്ട് ഈ കാക്കുൽ പാകിസ്ഥാനിലെ കാക്കുൽ മിലിറ്ററി അക്കാഡമിയിലാണ് ഇയാൾ പഠിച്ചത്. സൗത്ത് വസീറിസ്ഥാനിൽ പ്രവർത്തിച്ചു. POKയിലെ കോട്ട്ലിയിലും പ്രവർത്തിച്ചിരുന്നു പട്ടാളത്തിൽ ആയിരുന്ന കാലത്ത്. കൗണ്ടർ ഇൻ്റർജൻസി ഓപ്പറേഷൻസ് ഒക്കെ അക്കാലത്താണ് പഠിച്ചത്. കലാപകാരികളെയൊക്കെ എങ്ങനെയാണ് ശരിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് പഠിച്ചത്. ആ പഠിച്ചതൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്തു, പട്ടാളത്തിനെതിരെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ബലൂചിസ്ഥാനിലെ വിഭവ ചൂഷണം പാകിസ്ഥാൻ നടത്തുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് പട്ടാളം വിട്ടത്. 2014 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽ ചേർന്നു. എന്നിട്ട് സെക്കൻഡ് ഇൻ കമാൻഡ്, അതിൻ്റെ രണ്ടാമത്തെ മേധാവി ആയി. ചാവേർ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ മജീദ് ബ്രിഗേഡ്സിന് മുമ്പ് BLAയുടെയൊക്കെ നേതാവായിരുന്ന മജീദ് ബലൂച്ചിൻ്റെ പേരാണ് ഇട്ടത്. അപ്പോൾ ആധുനികവൽക്കരിക്കുക, പിന്നെ അത് കഴിഞ്ഞ് പരിശീലനം കൊടുക്കുക, പോരാളികൾക്ക് അർബൻ വാർഫെയർ പഠിപ്പിക്കുക, ഗറില്ല വാർഫെയർ പഠിപ്പിക്കുക, IED എങ്ങനെയാണ് പരിശീലനം എന്നൊക്കെ പഠിപ്പിക്കുക, ചാവേർ പ്രോട്ടോക്കോളുകൾ, ചാവേറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സേന പോയല്ലോ. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ അമേരിക്ക ഉപേക്ഷിച്ച് പോയ ആയുധങ്ങൾ കുറെ ഇവർ അവിടെ നിന്ന് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അപ്പോൾ ഒരു 40 വയസ്സിൻ്റെയൊക്കെ തുടക്കത്തിൽ ആയിരിക്കും പ്രായം. നുഷ്കി, അതായത് ബലൂചിസ്ഥാനിലെ നുഷ്കിയിലാണ് ജനിച്ചത്. പെഷവാർ സർവകലാശാലയിൽ പഠിച്ചു. പിന്നെ ഈ ഇടനാഴി ഉണ്ടല്ലോ, പാകിസ്ഥാൻ ചൈന ഇടനാഴി, ആ ഇടനാഴിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ
ആണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ബലൂചിസ്ഥാനിൽ നിന്നാണ് 40% പ്രകൃതിവാതകവും പാകിസ്ഥാൻ്റെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ ബലൂചിസ്ഥാനിനും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ബലൂചിസ്ഥാൻ ദാരിദ്ര്യത്തിൽ തന്നെയാണ്. 45% ഭൂപ്രദേശം പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനാണ്. മാർച്ച് 11 ജാഫർ എക്സ്പ്രസ് ട്രെയിൻ റാഞ്ചി കൊണ്ടുപോയത്. അത് ക്വറ്റയിൽ നിന്ന്, ബലൂചിസ്ഥാന്റെ തലസ്ഥാനമാണ് ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്കുള്ള ട്രെയിനായിരുന്നു. അത് ബൊലാൻ എന്ന് പറഞ്ഞ മലയിൽ വെച്ചിട്ടാണ് അത് റാഞ്ചി കൊണ്ടുപോയത്. അതിൽ 400 യാത്രക്കാരെ 48 മണിക്കൂർ ബന്ദികളാക്കി വെച്ചു. എന്നിട്ട് ടണൽ 8 അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ട്രാക്ക് ബോംബ് ചെയ്തത്. മറ്റേ റെയിൽവേ ട്രാക്ക് ബോംബ് ചെയ്തു ടണൽ 8ൻ്റെ അടുത്ത്. പിന്നെ ട്രെയിനിന് പോകാൻ പറ്റില്ലല്ലോ. 21 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ 4 പാകിസ്ഥാൻ ഭടന്മാരാണ്. ഇത് പാകിസ്ഥാന്റെ കണക്ക്. അപ്പോൾ ബലൂജികളല്ലാത്തവരെയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ടാണ് കൊന്നത് ബലൂജ് സേന. വൃദ്ധരെ, സ്ത്രീകളെയൊക്കെ വിട്ടയച്ചിരുന്നു, മോചിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാർ വന്നിട്ട് ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ ഗ്രീൻ ബൊലാൻ എന്നായിരുന്നു അതിന്റെ പേര്. ബൊലാൻ ആണല്ലോ മല, പച്ച എന്ന് പിന്നെ എന്തിനും പറയാം. അപ്പം അത് കഴിഞ്ഞ് 33 ഈ ബലൂചിസ്ഥാൻ പോരാളികളെ കൊലപ്പെടുത്തി, ഇദ്ദേഹത്തിന്റെ സേനയിൽപ്പെട്ട ആളുകളെ. 50 പാകിസ്ഥാൻ ഭടന്മാരെ കൊന്നു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. അടുത്ത കാലത്ത് ട്രംപ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതും ഈ കൊലപാതകമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. ശരിക്കും സാർ ഈ പറയുന്ന ഈ ബലൂജ് എന്ന് പറയുന്ന മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ പോരാടുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇനി എത്ര നാൾ ഇവരെ പിടിച്ചു? ഇപ്പോൾ ഓരോരുത്തരെ കൊന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരിപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയല്ലേ. ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം വരുമെന്ന് പറഞ്ഞിട്ടോ ചൈനീസ് സൈന്യം വരുമെന്ന് പറഞ്ഞിട്ടോ ഒരു പേടിയില്ല. അപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ പ്രതിരോധിക്കും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ 35 പേര് കൊല്ലപ്പെട്ടത് നമ്മൾ സംസാരിച്ചിരുന്നു. അതെ അതെ. ഖൈബർ പക്തൂൺഖ്വയിലായിരുന്നു ഈ 2 സ്ഥലങ്ങളും, ഖൈബർ പക്തൂൺഖ്വയും മറ്റേ ബലൂചിസ്ഥാനും. പിന്നെ ചില കുഴപ്പങ്ങൾ സിന്ധ് പ്രവിശ്യയിലും ഒക്കെ ഉണ്ട് പലതരം. അപ്പോൾ ഇത് രണ്ടും അസംതൃപ്ത പ്രവിശ്യകളാണ്. അവരെ ചൂഷണം ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ബലൂചിസ്ഥാനിൽ അമേരിക്കയുടെ ഒരു കണ്ണുണ്ട്. അവിടെ നിന്ന് കോപ്പർ ഗോൾഡ് അല്ലേ, കോപ്പർ ഗോൾഡ് ഖനനത്തിന് വേണ്ടി ഒരു പദ്ധതി, ഒരു കനേഡിയൻ ഗ്രൂപ്പിന്റെ പദ്ധതി ഉണ്ട്. അതിൻ്റെ അകത്ത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലേ, ജപ്പാൻ, ജർമ്മനി ഇങ്ങനെ വായ്പയ്ക്ക് അവർ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്. ട്രംപിൻ്റെ മക്കൾ ക്രിപ്റ്റോ കറൻസി കച്ചവടം നടത്തുന്നുണ്ട്. ഒരു ക്രിപ്റ്റോ അല്ലേ, ബിറ്റ് കോയിൻ പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ പ്രതിമ ഇപ്പൊ ട്രംപിൻ്റെ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം. അപ്പോൾ പാകിസ്ഥാനിൽ, ബലൂചിസ്ഥാനിൽ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് കണ്ണുള്ളത് കൊണ്ട് ഈ ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത വ്യാപകമാണ്. അതുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ എങ്ങനെയെങ്കിലും അമർച്ച ചെയ്യണം എന്ന് അസിം മുനീറിന് താല്പര്യമുണ്ട്. അസിം മുനീറിന് ഈ ഉത്തരവ് ട്രംപ് കൊടുത്തിട്ടും ഉണ്ടാവും. അവർ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചാണ്. എനിക്ക് അവിടെ കച്ചവടം നടത്താനുണ്ട്. ഒന്നാമത് ഇപ്പൊ സൗദിയുമായിട്ട് പ്രതിരോധ കരാർ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ പൈസ കിട്ടും. IMF, ചൈന അല്ലേ, UAE, സൗദി ഒക്കെ സാമ്പത്തിക സഹായം കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഒരു രാജ്യം എന്ന് പറയാനില്ല. അപ്പൊ ഒരു ടാസ്ക് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്. അങ്ങനെ ആരെങ്കിലും അയച്ച് മറ്റേ അഫ്ഗാനിസ്ഥാനിൽ വകവരുത്തിയതായിരിക്കണം റഹ്മാൻ ഗുൽ ബലൂച്ചിനെ എന്നാണ് കരുതേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.